അയ്യോ, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഒരു പയ്യൻ നോക്കാൻ അത്രയും പോലും ഭംഗിയില്ല എനിക്ക്. ഈ വീഡിയോ ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഓൾ മൈ ഫ്രണ്ട്സ്. ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്യണത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കറുത്തു പോയതുകൊണ്ടാണ്, ഐ എം ബ്ലാക്ക്, അതുകൊണ്ടാണ്. 12, അതായത് 2012 ഡിസംബർ 12, 12ാം മാസം, അവന് 12 വയസ്സ്. ബാക്കി വെച്ച സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി ഇനിയൊരു പുതിയ വർഷം കൂടി. വെൽക്കം 2016 എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ട്. അമ്മ കുറച്ചു നേരം തയ്ക്കാണ്ടിരിക്കുവാ. സ്വന്തം ഗോപു നീ എനിക്ക് എഴുതി തന്നതാണത്. അപ്പുറത്തും മിക്സി ഓണാക്കി ഗൈസ്. അത് തരുന്നൊരു കിക്ക് ഉണ്ടല്ലോ, അതൊരു വേറെ ഫീലിങ്സ് ആണ് ഗൈസ്. ഹായ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നലെ വരെ ഒടുക്കത്തെ മഴയായിരുന്നു, മഴ തോർന്നിട്ടേ ഇല്ല. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ, കുറച്ച് നേരം നല്ല വെയിലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മഴയില്ലായിരുന്നു. കുറച്ച് തെളിഞ്ഞ ആകാശം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. അല്ലെങ്കിൽ എനിക്ക് ലൈറ്റ് കിട്ടത്തില്ല, സൺലൈറ്റ് കിട്ടത്തില്ല. മഴ പെയ്താൽ ഭയങ്കര സൗണ്ടായിരിക്കും. മൈക്കില്ല, എനിക്ക് ഒരു മൈക്ക് മേടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങിയൊക്കെ വന്നപ്പോഴേക്കും മഴ പെയ്യുന്നു ഗൈസ്. പുറത്ത് മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഗൈസ്. അടുത്ത തവണ നമുക്ക് പരിഹരിക്കാം. പുറത്ത് അത്യാവശ്യം ഒരു പൊടിമഴയാണ്, എന്നാലും നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ കടുക് വറുത്താൽ പോലും നമ്മുടെ വീട്ടിൽ ആ സൗണ്ട് കേൾക്കാൻ പറ്റും. എൻ്റെ ഹോം ടൂർ കണ്ടവർക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സൗണ്ട് നിങ്ങൾ ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഡയറി കുറിപ്പുകളാണ് ഗൈസ്. എനിക്ക് ഉണ്ടായിരുന്ന ഇന്നത്തെ പോയിന്റ്, എനിക്ക് പാസ്റ്റ് ആണ് ഗൈസ്. എനിക്ക് ഉണ്ടായിരുന്ന, പക്ഷെ ഇപ്പോൾ ഇല്ല, ഉണ്ടായിരുന്ന ഒരു നല്ല ശീലമായിരുന്നു ഡയറി എഴുതുക എന്ന് പറയുന്നത്. ഒരു 7 വർഷത്തോളം കണ്ടിന്യൂസ് ഞാൻ ഡയറി എഴുതുമായിരുന്നു. എനിക്ക് തോന്നുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു. ബിക്കോസ് അമ്മച്ചി നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പനും അമ്മയും പറയാനേക്കാം, അവരൊക്കെ നേരത്തെ പണ്ട് ഡയറി എഴുതുമായിരുന്നു. പിന്നെ എൻ്റെ അങ്കിൾ, അതായത് എൻ്റെ അപ്പൻ്റെ അനിയൻ, അങ്കിള് വർഷങ്ങളായിട്ട് ഡയറി എഴുതുന്നതാണ്. ഇപ്പോൾ എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ മുന്നിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 8 ഡയറി അങ്കിളുടെ ഇരിക്കുന്നത്. അങ്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് എഴുതുമായിരുന്നു. ഇപ്പോൾ എനിക്കറിയത്തില്ല എഴുതുന്നുണ്ട്, പക്ഷെ എൻ്റെ ലൈഫിൽ ഇപ്പോഴും എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു എന്താ പറയുക ഹാബിറ്റാണത്. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഞാൻ ഡയറി എഴുത്ത് നിർത്തിയതിൻ്റെ ഒരു മെയിൻ കാരണമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 7 വർഷമായിട്ട് ഡയറി എഴുതുമായിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ 7 വർഷത്തെ ഡയറി എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഓൾ മൈ ഫ്രണ്ട്സ്. എൻ്റെ 10th, +1, +2, ഡിഗ്രി 3 വർഷം, പിന്നെ എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് എൻ്റെ എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലെപ്പെട്ട എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഫ്രണ്ട്സിന്, പിന്നെ ആ ഫാമിലിക്കും കൂടി എന്ന് പറയാം. കാരണം ആ ഒരു ലൈഫിൽ, ആ ഒരു ഏജിൽ എൻ്റെ ലൈഫിൽ നടന്ന, അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിലൊക്കെ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഡയറിയിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ മറന്നു പോയിട്ടുള്ള, ചിലപ്പോൾ നല്ല അടിപൊളി മൊമെൻ്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഇന്നിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. സോ 2012 ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡയറി. 2012 ഞാൻ ആദ്യമായിട്ട് ഡയറി എഴുതുന്നത്. ആൻഡ് ദെയർ ഇസ് എ റീസൺ. എന്താണെന്ന് വെച്ചാലും എൻ്റെ ലൈഫിൽ എന്നെ ഒരാൾ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്യണത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ദാറ്റ് ഈസ് 2012. നീണ്ട ഒരു 8 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വന്നത് ഗൈസ്, ഒരു പ്രൊപ്പോസൽ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കര സെഡായിട്ട് നടന്നിട്ടുള്ള, സാഡായിട്ട് നടന്നിട്ടുള്ള ഡേയ്സ് ഒക്കെ ഉണ്ട്. എന്താണ് ചെക്കന്മാരൊന്നും നോക്കാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഡെയിലി പ്രൊപ്പോസൽ വരുന്ന ഫ്രണ്ട് വരെ എനിക്കുണ്ട്. അപ്പോൾ അവളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളാരും നോക്കണില്ല, നമ്മളോട് ആർക്കും ഇഷ്ടം തോന്നണില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ ഭയങ്കര ചിന്തകളൊക്കെ ആയിരുന്നു. കാണാൻ ഒരു ഭംഗിയില്ലേ, അറ്റ്ലീസ്റ്റ് ഒരു പയ്യൻ നോക്കാൻ അത്രയും പോലും ഭംഗിയില്ല എനിക്ക്.
അതിനി കറുത്ത് പോയതുകൊണ്ടാണ്, ഐ എം ബ്ലാക്ക് ഹിയർ അതുകൊണ്ടാണ്, ഐ ഡോണ്ട് നോ. പക്ഷേ അങ്ങനെ അത് സംഭവിച്ചു, 8ാം ക്ലാസ്സിൽ അത് സംഭവിച്ചു. ഐ ഗോട്ട് മൈ ഫസ്റ്റ് എവർ പ്രൊപ്പോസൽ ആൻഡ് ദാറ്റ്സ് മൈ ബെസ്റ്റ് എവർ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഡയറി എഴുതി തുടങ്ങാനൊരു കാരണം ഉണ്ടായത് പ്രൊപ്പോസൽ കൊണ്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ലൈഫിൽ നടന്നു. ആദ്യമായിട്ട് ഒരാളെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നു, നമ്മളെ എന്താ പറയുക, നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മുടെ പുറകെ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം സംഭവിച്ചത് കാരണം എനിക്ക് അതൊക്കെ എഴുതി സൂക്ഷിക്കണം എന്ന് തോന്നി. കാരണം പല കാര്യങ്ങളും നമ്മൾ മറന്നു. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് മറവികൾ കൂടുതലാണ്. അപ്പോൾ ഭാവിയിൽ ഇതെല്ലാം ഓർത്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ആൻഡ് യു ഗൈസ് നോ, ഞാൻ ഇടയ്ക്കെപ്പോഴും എൻ്റെ ഡയറീസൊക്കെ ഞാൻ ഒരു ദിവസം എടുത്ത് ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പല കാര്യങ്ങളും ഓർമ്മയിലേന്ന് പോയി. അത് വായിക്കുമ്പോൾ നമ്മളത് ഓർക്കാൻ ശ്രമിക്കും. അപ്പം കിട്ടുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് തരുന്നത്, അത് ഡയറി എഴുതിയിട്ട് പിന്നെ അത് വായിച്ച് നോക്കുന്നവർക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും ഡയറി വായിക്കുമ്പോൾ നമ്മൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കും. അത് തരുന്നൊരു കിക്ക് ഉണ്ടല്ലോ, അതൊരു വേറെ ഫീലിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറിയിലേക്ക് പോവാം. എൻ്റെ മോസ്റ്റ് ഓഫ് മൈ ഡയറീസ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കണം, എനിക്ക് സംസാരിക്കണം, കൂടുതൽ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് ചൂസ് ചെയ്തത്. കൂടുതൽ എൻ്റെ ഡയറീസ് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. കുറച്ച് മലയാളം ഉണ്ടാകും. എൻ്റെ ഡയറി കുറിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് അതിനകത്തുള്ള കുറച്ച് മെമ്മറീസ് മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഈ 7 വർഷത്തെ ഡയറി വായിച്ച് തീരുമ്പോഴേക്കും നല്ല ലെങ്തി വീഡിയോ ആയി പോകും. 7 വർഷത്തെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2012 മൈ ഫസ്റ്റ് ഡയറി. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡയറി. ഇത് മലയാള മനോരമയുടെ ഡയറിയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, പൊടിയുണ്ട്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് റിയ ജോയി 8A എഴുതിയിട്ടുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഫോട്ടോ ഗൈസ്. എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നുണ്ട് അതൊക്കെ നോക്കാം. ലുക്ക് അറ്റ് ദിസ് ഫോട്ടോ ഗൈസ്. യു ക്യാൻ സീ എ ചബ്ബി റിയ. നോക്ക്, ആ ഫ്രെയിം ഫുള്ള് ഞാനുണ്ട്. അതിനകത്ത് തികയുന്നില്ല എന്നെ. നല്ല വണ്ണം ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഫേസ് ഒക്കെ ഉണ്ടല്ലോ മത്തങ്ങ തലയായിരുന്നു. ഇത് LP സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോയാണ് കേട്ടോ. അന്നത്തെ ID കാർഡാണ്, ഗവൺമെൻറ് LP സ്കൂൾ കോടമ്പലത്ത്. ആൻഡ് ഒരു സംഭവം കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് 2ആയിട്ട് പോയി ഗൈസ്. ഇതൊരു കീ ചെയിൻ്റെ ഒരു സംഭവമാണ്. തലയില്ല, തല ഞാൻ ഒടിഞ്ഞ് കിടക്കണം. എൻ്റെ വെച്ചിട്ടാണെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്ത വ്യക്തി എനിക്ക് തന്നതായിരിക്കണം. ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 2012 ഡയറി റിയ ജോയി 8A. നമുക്ക് നോക്കാം. വേറൊരു കാര്യം പറയാമെന്നേ, എല്ലാ ഡയറി കിട്ടുമ്പോഴും ദ ഫസ്റ്റ് തിങ് ഐ ഡു എന്ന് പറയുന്നത് എന്താണോ, അപ്പുറത്ത് മിക്സി ഓണാക്കി ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അമ്മ കുറച്ചു നേരം തയ്ക്കാണ്ടിരിക്കുവാ. ഫസ്റ്റ് തിങ് ഐ ഡു എന്ന് പറയുന്നത് അറിയാമോ, എല്ലാ ഡയറി കിട്ടുമ്പോഴും ഇതേപോലത്തെ ഒരു കോളം ഉണ്ടാവും. പക്ഷെ ആ വർഷത്തെ ഫുൾ ഈ മന്ത് വെച്ചിട്ടുള്ള ഒരു കോളം ഞാൻ ആ വർഷത്തെ കാണും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷത്തെ കാണും, അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് മന്ത്, അങ്ങനെ 3 ഇത് കാണാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ കാണാറുണ്ട്. അതിൽ ഞാൻ ആദ്യം പോയിട്ട് എല്ലാവരുടെയും ബർത്ത്ഡേസ് മാർക്ക് ചെയ്യും. അത് ഞാൻ ഫസ്റ്റ് ഡയറി കിട്ടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പല ഫ്രണ്ട്സിൻ്റെയും ബർത്ത്ഡേ ഡേറ്റ് എനിക്ക് അറിയാം, ഓർമ്മയിലുണ്ട്. ഇത് ഞാൻ എല്ലാ ഡയറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, എൻ്റെ ഫാമിലി എല്ലാവരുടെയും ബർത്ത്ഡേ ഇതുപോലെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ എല്ലാ ഡയറിയിലും എഴുതുന്ന പോലെ എൻ്റെ ബേസിക് ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കും. നോക്കാം. ഓക്കെ, ന്യൂ ഇയർ എഴുതിയിട്ടുണ്ട്. അതിവിടെ ഹാപ്പി ന്യൂ ഇയർ, വെൽക്കം 2012. പടമൊക്കെ വരച്ചിട്ടുണ്ട് ഗൈസ്.
ആൽബിയുടെ ബർത്ത്ഡേ. ജനുവരി 5 എൻ്റെ കസിൻ ആൽബിയുടെ ബർത്ത്ഡേ. അപ്പം ഹാപ്പി ബർത്ത്ഡേ ആൽബി. അതുപോലെ തന്നെ ഞാൻ ആ ഫ്രണ്ടിൽ എഴുതണ പോലെ തന്നെ ബർത്ത്ഡേ മാർക്ക് ചെയ്യണ പോലെ തന്നെ ഞാൻ ഡയറീസിൻ്റെ അതത് പേജിൽ പോയിട്ട് ഇപ്പോൾ ജനുവരി 15 എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇപ്പോൾ ജനുവരി 5 എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആണ് ആൽബി. അപ്പോൾ അവിടെ ഹാപ്പി ബർത്ത്ഡേ ആൽബി. അങ്ങനെ അതത് പേജിലും പോയിട്ട് ഞാൻ എഴുതും. ഇതെന്തോ ഓട്ടോഗ്രാഫ് കോഡ്സ് എന്തോ ആണ്. ശല്യം എന്ന് തോന്നിയാൽ ആരെയും എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാം, പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതിച്ചിട്ടുണ്ട്. ബർത്ത് ഈസ് വൺസ്, യൂത്ത് ഈസ് വൺസ്, ലവ് ഈസ് വൺസ്, മാരേജ് ഈസ് വൺസ്, ബട്ട് ഫ്രണ്ട്ഷിപ്പ് റൺസ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. തോന്നുന്നു ഇത് ജനുവരി 15 എൻ്റെ ഫ്രണ്ട് മാജിദ, അവളുടെ ബർത്ത്ഡേ ആണ്. സോ ഞാൻ മാജുവിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാജുവിന് അന്ന് ആ വർഷം ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ ചിലവ്, ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ ചിലവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അതിന് എൻ്റെ ബർത്ത്ഡേ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് ഇതുപോലെ സ്റ്റിക്കറൊക്കെ ബാലരമ മേടിക്കുമ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കറൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓ ഗോഡ്, 8ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചത്. ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. എൻ്റെ ഈ ഡയറി എന്ന് പറയുന്നത് ചുമ്മാ ഡയറി എഴുത്ത് മാത്രമല്ല, അല്ലേ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ കുറേ മെമ്മറീസ് ഉണ്ട്. കുറേ ഫോട്ടോസ് കാണാൻ പറ്റും, കുറേ ന്യൂസ് കട്ടിങ്സ് കാണാൻ പറ്റും. ഒരു മെമ്മറി ബുക്ക് പോലെയാണ്, നോട്ട് എ ഡയറി. ഇത് 8ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച് ടീച്ചർമാരെന്നും പറഞ്ഞിട്ട് ഞാൻ എഴുതിയേക്കുന്നതാണ്. കെ.എൽ. കുമാരി കെമിസ്ട്രി, ഇതായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ജയശ്രീ ടീച്ചർ മാത്സ് ആയിരുന്നു ടീച്ചർ പഠിപ്പിച്ചത്. ഇത് ജ്യോതി ടീച്ചർ ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചറാണ്. ഈ ടീച്ചർ ഇപ്പോൾ എൻ്റെ കൂടെ ജിമ്മിലുണ്ട് ഗൈസ്. ഞാൻ ജിമ്മിൽ പോയപ്പോൾ ടീച്ചർ അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യും. ഇത് ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ CK ബീന. ഇത് മലയാളം ഫസ്റ്റ് സെക്കൻഡ് പഠിപ്പിച്ചത് അജിത ടീച്ചർ. അജിത ടീച്ചറെന്ന് ഓർമ്മ പോലുമില്ല. ഒരു പ്രണയകാവ്യമാണ്. പള്ളി പെരുന്നാൾ. ഞാൻ മൊത്തത്തിൽ നോക്കുന്നില്ല. അഞ്ജലിയുടെ ബർത്ത്ഡേ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മളന്ന് കുഞ്ഞല്ലേ, നമുക്കന്ന് കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ വരെ എന്താ പറയുക ഭയങ്കര പ്രഷ്യസ് അല്ലേ. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ചെരുപ്പ് അമ്മച്ചിന്ന് എനിക്ക് വാങ്ങിത്തന്നു. ഐ എം സോ ഹാപ്പി. ഞാൻ എഴുതിച്ചിട്ടുണ്ട്. ലൈക്ക് ആസ് വി ക്യാൻ സീ ബ്ലഷ്. ഞാൻ ബ്ലഷ് ഇട്ടിട്ടില്ല, പക്ഷെ എന്നാലും നാച്ചുറലി ഉള്ളൊരു ബ്ലഷ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. സിപ്പപ്പ് മേടിച്ച് കഴിച്ചത് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഏപ്രിൽ ഫൂൾ കളറാക്കിയിട്ടുണ്ട് ഞാൻ. വിഷുവിന് പടക്കം പൊട്ടിച്ചത് എഴുതിയിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മിഷലീനിയുടെ ഫസ്റ്റ് ക്യാമ്പിന് പോകുന്നത്. അക്കിന സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അക്കിന സെൻറ്ററിലെ ക്യാമ്പൊക്കെ കിട്ടും, അടിപൊളി മെമ്മറീസ് ആയിരുന്നു. ഇത് നോക്ക്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ വളരെ കുറച്ച് പിള്ളേരാണ്. ഞങ്ങളൊരു 18 പേര് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു 10 പഠിക്കുമ്പോൾ. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ 18 പേരും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഒരു 3-5 ഡെസ്കും ബെഞ്ചൊക്കെ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിൽ. അപ്പം ഫ്രണ്ട്സിൻ്റെ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ട് അവരുടെ വട്ടപ്പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ഗോപിക, കറവക്കാരൻ ഗോപാലൻ, ജസ്മി, കുരുവികളുടെ അംബാസിഡർ. ജസ്മിയുടെ വീട്ടുപേര് കുരുവിങ്കൽ അങ്ങനെ എന്തോ ആയിരുന്നു. അതിന് കുറേ എഴുതിച്ചിട്ടുണ്ട്. റിയ, സിയ, കൈതച്ചക്കയുടെ അംബാസിഡറും. കൈതച്ചക്ക മീൻസ് എൻ്റെ വീട്ടുപേര് കൈതക്കാടെന്നാണ്. അയ്യോ ഓട്ടോഗ്രാഫ് ഇതൊക്കെ ഉണ്ട്. ബിക്കോസ് അന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടോഗ്രാഫൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്. ഐ സ്റ്റിൽ ഹാവ് 10ാം ക്ലാസ്സിൽ ഞാൻ +2 ഓട്ടോഗ്രാഫൊക്കെ ഉണ്ട്. ആൻഡ് look at this, look at this guys. ഇതൊക്കെ എന്തിനാണ് ഒട്ടിച്ച് വെച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വിജയുടെ വൈഫിൻ്റെ ഫോട്ടോയാണ്.
കുറച്ച് പേപ്പറൊക്കെ ഇതിനുള്ളിലുണ്ട്. അതെന്താണെന്ന് നോക്കാം. ചൈന ടൗണിൽ പാട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിന്നാലും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കീ ചെയിൻ. ഇതെനിക്ക് എൻ്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ അവൻ തന്നതായിരിക്കണം, അല്ലാണ്ട് ഞാൻ കീ ചെയിൻ ഇങ്ങനത്തെ ക്രേസ് ഒന്നും എനിക്കില്ലായിരുന്നു. അത് ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ ലവ് യു എഴുതിയിട്ടുണ്ട്. ആൻഡ് വി ഈസ് ഫോർ വിജയ്. അവൻ കട്ട വിജയ് ഫാനാണ്. ഒരു പേപ്പറിലൊന്നുമില്ല, പേപ്പർ കണ്ടുണ്ട്. ഇതെന്താ സംഭവമോ? ഞാൻ സ്വന്തമായ വരികൾ കൊണ്ട് ഞാൻ സ്വന്തമായി എഴുതിയ കവിതയാണ് കഴിച്ചത്. എന്നിട്ട് ഈ കവിത എൻ്റെ സ്കൂളിൽ ചെപ്പെന്നും പറഞ്ഞിട്ടൊരു മാസിക കേൾക്കുമായിരുന്നു. 3 മാസം കൂടുമ്പോൾ അത് ആ മാസികയിൽ അടിച്ചു വന്നു ഗൈസ്. അടുത്തത് പണ്ടൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര പ്രാർത്ഥനയുള്ള കുട്ടികളായിരുന്നു. ഞാൻ ചെയ്യാം ഭയങ്കര പ്രാർത്ഥന. എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ വെട്ടി സൂക്ഷിക്കുക. ഹാപ്പി ബർത്ത്ഡേ റിയ ആൻഡ് സിയ. 14th ബർത്ത്ഡേയുടെ 14ാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണത്. മിനിമം ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ എന്നുള്ളത്. ഇത് ആര് തന്നതാണെന്ന് മാത്രം അത് എഴുതിയിട്ടില്ല. ഇത് ലൈക്ക് എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇത് ഗോപു അല്ല, ഇത് അഞ്ജലി തന്നതായിരിക്കണം. അഞ്ജലി തന്ന ഇതാണ്. മിനിമം ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അന്ന് നമ്മൾ കുഞ്ഞില്ല, അന്ന് നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ സ്വന്തമായിട്ട്. അപ്പോൾ ഇതുപോലെ കാർഡ്സാണ്. ഇത് ഞാൻ വായിക്കാം. ടു സിയ കുട്ടി, യു ആർ മൈ സ്വീറ്റി, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ വൺ. എൻ്റെ സുന്ദരി കുട്ടി, നിനക്ക് എൻ്റെ 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ. പിറന്നാൾ ആശംസകളുടെ നിന്റെ സ്വന്തം ഗോപു. സോറി അഞ്ജലി, ഇത് ഗോപു തന്നതാണ്. ബിക്കോസ് ഗോപുവിൻ്റെ അഞ്ജലിയുടെയും ഹാൻഡ് റൈറ്റിങ് ഓൾമോസ്റ്റ് സെയിം ആണ്. അതെ, ഇവിടെ എഴുതിയേക്കുന്നുണ്ട് ജാസ്റ്റർ, JASGAR. ഇത് ഞങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ലോഗോയാണ് ഗൈസ്. JASGAR. J for Jasmine, A for Arsana, S for Riya, G for Gobika, A for Anjali, R for Riya. ജാസ്റ്റർ. ഇത് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും അവിടെ തന്നു. ഇപ്പം വായിച്ചത് സിയക്ക് കൊടുത്ത ബർത്ത്ഡേ കാർഡാണ്. ഇതെനിക്ക്. ടു റിയ, യു ആർ മൈ ട്രഷർ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എനിക്കാണ് നീ, നിനക്കാണ് ഞാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ. 100 അല്ല 1000 ആശംസകളുടെ നിന്റെ സ്വന്തം ഗോപു. നീ എനിക്ക് എഴുതി തന്നതാണെന്ന്. ലവ് യു ഡിയർ വൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് അന്നത്തെ ഞങ്ങളുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ നോട്ടീസാണ്. ഇതൊക്കെ എന്നാ സൂക്ഷിച്ചേക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ഇത് വേറൊരു ബർത്ത്ഡേ കാർഡാണ്. അയ്യോ ഗൈസ്, ഇപ്പോഴും ഉണ്ടല്ല, ഞാൻ എവിടെയെങ്കിലും ഈ പാട്ട് കേട്ടാൽ, എൻ്റെ ട്യൂൺ കേട്ടാൽ ഞാൻ ഒന്ന് ശരിക്കും പുറകോട്ട് പോകുന്ന ഒരു പാട്ടാണത്. എനിക്കറിയില്ല, ആ പാട്ട് എനിക്ക് തരുന്നൊരു ഫീലിങ്സ്. ഞാൻ പെട്ടെന്ന് ECKയിലേക്ക് പോകും. ഇപ്പം കേട്ടാൽ ഞാൻ പെട്ടെന്ന് ECKയിലേക്ക് പോകും. എൻ്റെ സ്കൂളാണ് ECK യൂണിയൻ ഹൈസ്കൂൾ ചമ്മനാടും. സ്കൂളിലോട്ട് പോകും, സ്കൂളിൽ കുറേ മെമ്മറീസ് അങ്ങനെ. ആ പാട്ടാണിത്. എന്നും വരും വഴിവക്കി. ഈ പാട്ടൊക്കെ ഉണ്ട് ദൈവം എനിക്ക്. ഇത് എൻ്റെ കസിനാണ് അന്ന മരിയാഷിനോ ഷിമിയാൻറ്റി. അവളുടെ കുഞ്ഞിലെ ഫോട്ടോ. ബർത്ത്ഡേ ആയിരുന്നു ഒക്ടോബർ 25. അന്നമ്മയുടെ ബർത്ത്ഡേ ആണ്. അവളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേ മാർക്ക് ചെയ്യണ പോലെ തന്നെ വേറൊരു ഇതാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ എഴുതി വെക്കും. എല്ലാ ഡയറിയുടെ ബാക്കിൽ എഴുതി വെക്കും. അയ്യോ,
ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഇമ്പോസിഷൻ. ഞാൻ ഇനിമേൽ ക്ലാസ്സിൽ ഓടിക്കളിക്കുകയില്ല. നോക്ക് എന്റെ പൊന്നേ, എത്ര തവണയാണ്? 50 തവണ. 50 തവണ ഇനി ഞാൻ ക്ലാസ്സിൽ ഓടിക്കളിക്കില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചറെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് ബാലരമയുടെ കൂടെ കിട്ടുന്ന സ്റ്റിക്കേഴ്സാണ്. ഇതിനോട് തൊട്ടിച്ചിട്ടുമില്ല, അങ്ങനെ സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട്. സോ 2012 ഡയറി ഫിനിഷ്ഡ്. ഇനി 2013 എടുക്കാം. ദാറ്റ് ഈസ് മൈ 9th സ്റ്റാൻഡേർഡ്. 2013 തുറക്കുമ്പോൾ തന്നെ ബർത്ത്ഡേ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് ഇരുന്നതാണ്. വിമുക്തി എന്നും പറഞ്ഞിട്ട് എൻ്റെ സ്കൂളിൽ നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൻ്റെ സംഭാവന കൂപ്പണാണ്. അത് ഞങ്ങൾ സെയിൽ ചെയ്തായിരുന്നു. സംഭാവന കൂപ്പൺ സാറ്റിസ്ഫൈ. ന്യൂ ഇയറും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 2013 എൻ്റെ അംബീഷൻ ഞാൻ എഴുതിയിരിക്കുന്നത് ഫാഷൻ ഡിസൈനർ എന്നാണ്. ഹൗ ക്രേസി. മൈ ഫാമിലി ലവ്. ഇവിടെ ഞാൻ മൈ ബെസ്റ്റ് 2013 എൻ്റെ ജീവിതത്തിലെ 7 കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് മൈ ഫാമിലി, അപ്പൻ, അമ്മ, അനിയത്തി. മൈ ഫെയ്ത്ത്, എൻ്റെ ദൈവം. മൈ അംബീഷൻ, ഫാഷൻ ഡിസൈനർ. മൈ ഡ്രീം, എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആക്കുക. മൈ ഫ്രണ്ട്സ്, ഗോപിക, അഞ്ജലി, സിയ, ജസ്മി, അർച്ചന. മൈ ടീച്ചേഴ്സ്, ജയശ്ര ടീച്ചർ. മൈ ലൈഫ് എന്നിട്ടിട്ട് നത്തിങ്. ഞാൻ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഫസ്റ്റ് ആൽബിൻ്റെ ബർത്ത്ഡേ. ജനുവരി തുടങ്ങുമ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ വന്നത് ആൽബിനാണ്. അപ്പോൾ ആൽബിയുടെ ബർത്ത്ഡേ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെയുണ്ട് മാജിദ. ഇതൊന്ന് പണ്ട് സ്കൂളിലെടുത്ത, ഇത് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ട്. അന്ന് സ്കൂളിൽ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയാണ്. ഇത് ഞാൻ ഏതോ ഒരു ന്യൂസ് പത്രത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. എനിക്കൊന്ന് പണ്ടേ ഒരു രൂപ കളഞ്ഞു കിട്ടി. ആ 1 രൂപ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനാണോ ഒട്ടിച്ച് വെച്ചത്. ഇതിലത്തും കുറേ ഓട്ടോഗ്രാഫ് കോട്ട്സ് ഒക്കെ ഉണ്ട്. ഇതേ റോജൻ അങ്കിൾ ആൻഡ് വൈഫ്. റോജൻ അങ്കിളിൻ്റെ ഇതടന്നു പോകുന്നു. ഒട്ടിച്ച് വെച്ചതായിരുന്നു. റോജൻ അങ്കിളിൻ്റെയും നിഷാന്റിയുടെയും വെഡിങ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറി ഓഫ് ജോയി ആൻഡ് ഡെയ്സി. ദാറ്റ് ഈസ് മൈ ഫാദർ ആൻഡ് മൈ മദർ. ആൻഡ് ഗൈസ്, എനിക്ക് ജീവിതത്തിൽ ഒരാളോടാണ് ഏറ്റവും കൂടുതൽ ക്രഷ് തോന്നിയിരിക്കുന്നത്. ഒരു സെലിബ്രിറ്റിയോട് ക്രഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം, ഇപ്പോഴും എനിക്കിഷ്ടമാണ്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ സൂര്യ. സൂര്യയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൂര്യനെ ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യയുടെ ഫോട്ടോസ് ഉണ്ട്. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തട്ടത്തിൽ മറയച്ച സിനിമ ഇറങ്ങുന്നത്. അന്ന് എനിക്ക് അതിൻ്റെ CD ഇവൻ കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു. തട്ടത്തിൽ മറച്ച സിനിമ ഇപ്പോൾ തിയേറ്ററിൽ കണ്ടോന്നൊക്കെ ഇഷ്ടം ഇല്ലടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, അതേ CD കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ CD ഇട്ട് കണ്ട്. അപ്പോൾ തട്ടത്തിൽ മറച്ച സിനിമയുടെ കുറച്ച് ഇതിനൊന്നും എന്താ പറയണ, നെയിം പ്ലേറ്റാ അതുണ്ട് കുറച്ച്. ഇപ്പോഴും മൈ പേഴ്സണൽ ഫേവറേറ്റ് ഫിലിമാണ് തട്ടത്തിൽ മറച്ച സിനിമ. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന കുറച്ച് കൂടുതലായിരുന്നു. സോ അതിൻ്റെ എല്ലാം ഉണ്ട്. വേറിട്ടപ്പം തീരുന്നില്ലല്ലോ. നമുക്ക് ഇതൊക്കെ ഞാൻ എന്തിനാ വെച്ചത് എനിക്ക് അറിയത്തില്ല. ഇറ്റ് ഈസ് റീമ കല്ലിങ്കൽ ആൻഡ് ഇതാരായിരുന്നു നമ്മുടെ പാട്ടുകാരൻ. അയ്യോ, പാട്ടുകാരൻ്റെ പേരെന്താ? അയാളുടെ മകനാണോ? അയ്യോ, ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ടേസ്റ്റ് ഞാൻ മറന്നുപോയി. ഏതായാലും ഇതാണത്. വിജയ് യേശുദാസ്. യെസ്, വിജയ് യേശുദാസ്. ഇതൊക്കെ എന്തിനാ എനിക്കറിയില്ല. നെയ്മ്പോളി ആൻഡ് രമ്യ നമ്പീശൻ.
ഇത് ആ വർഷം ന്യൂസിൽ പത്രത്തിൽ വന്നൊരു കട്ടിങ്ങാണിത്. തെയ്യക്കോലമാണെന്ന് തോന്നുന്നെങ്കിൽ തെറ്റി. ചിത്രത്തിലുള്ളതൊരു സുന്ദരൻ ചിത്രശലഭമാണ്. കൊയ്പ്പള്ളി കാരാൻമ പന്നേക്കൽ രാധാകൃഷ്ണന്റെ വീട്ടുവളപ്പിൽ പറന്നെത്തിയ അപൂർവ ഇനം ചിത്രശലഭം എന്നും പറഞ്ഞിട്ട്. പിന്നെന്താണ്, പൂച്ച അന്നും ഇന്നും വീക്ക്നെസ് ആണ്. ഒരു പൂച്ച തന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് ചാടുന്നൊരു ഇതാണ്. അത് അങ്ങനെ വിട്ടു വെച്ചിട്ടുണ്ട്. അടുത്തത്, ആ വർഷം ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ നടക്കുമല്ലോ. ആ വർഷം ഞങ്ങളുടെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ ആക്ടർ എഴുമുന്ന ബൈജു ആണ്. പുള്ളിക്കാരൻ്റെ വീട് നമ്മുടെ അടുത്താണ്. പുള്ളിക്കാരുടെ വീട് നമ്മുടെ അടുത്ത് എരുമല്ലൂരുള്ള സാനിയ തിയേറ്ററൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് സ്കൂളിൽ വന്നപ്പോഴേക്കും ഓട്ടോഗ്രാഫ് മേടിച്ചതാണ് ഞാൻ. ലവ് ബൈജു ജോണല്ലേ ജോൺസണോ ആയിരിക്കും, ജോൺസൺ എന്നായിരിക്കും. ഇതിനകത്ത് ഇനി അടുത്ത് നോക്കാം. കുറച്ച് ന്യൂസ് കട്ടിങ്സ് അധികമുണ്ട്. ഇത് എന്താണെന്ന് അറിയാമോ, അന്ന് ഞങ്ങൾക്ക് കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദ്വീപുണ്ട് ഞങ്ങളുടെ ഇവിടെ. അങ്ങോട്ട് ഇതുവരെ റോഡോ പാലോ ഒന്നും വന്നിട്ടില്ല. അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓൺലി വെള്ളം മാത്രമാണ്. അപ്പം അന്ന് കാക്കത്തുരുത്ത് എനിക്ക് കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരാളുടെ വീട് കാക്കത്തുരുത്തായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് കാക്കത്തുരുത്ത് പോയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട്, പരിസ്ഥിതിനല്ല പക്ഷെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് ഓല മെടയണ ഒരു ഫോട്ടോയാണിത്. അന്ന് അത് പത്രത്തിൽ വന്നതാണ്. മുത്തശ്ശിമാർ നയിച്ച വഴിയിൽ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് വിദ്യാർത്ഥി കൂട്ടമെന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും, ഞാൻ, ജസ്മി, അഞ്ജലി, സിയ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഐശ്വര്യ ഉണ്ട്. ഞങ്ങളുടെ ഫോട്ടോയാണിത്. ആ വർഷം പത്രത്തിൽ വന്നതാണ് 2013. ഇനി അടുത്തത്, അയ്യോ എൻ്റെ അമ്മേ, ഇത് ഞാൻ കാണിച്ചിട്ടില്ല. അവനെന്നെ നല്ല തെറി പറയും. കാരണം ഇപ്പോഴും അവനെ ഞങ്ങൾ കളിയാക്കണത് ഇതും പറഞ്ഞിട്ടാണ്. എനിക്കൊരു അനിയനുണ്ട്, അതായത് എൻ്റെ കസിനാണ്, എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോൻ. അവൻ്റെ ബർത്ത്ഡേ, എനിക്ക് പറയുന്നതിന് ശരിയാണ്, അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവൻ ജനിക്കണത് ഡിസംബർ 12-ാം തീയതിയാണ്. 2000 ഡിസംബർ 12. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2012 അവന് 12 വയസ്സ് പൂർത്തിയാകും. അപ്പോൾ 2012 ഒരു ഇതാണ് 12-12-12, അതായത് 2012 ഡിസംബർ 12, 12-ാം മാസം അവന് 12 വയസ്സ്. ആ ഒരു എന്താ പറയുക, സ്പെഷ്യാലിറ്റി അല്ലേ ഇത്. അപ്പം അന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴേക്കും അയ്യോ അടിപൊളിയാണല്ലോ ഇത്, അന്നൊരു കാര്യം ചെയ്ത് നമുക്ക് പത്രത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ബഹളം, നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കണില്ല. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ അപ്പൻ എന്ത് ചെയ്ത് അതുകൊണ്ട് പത്രത്തിൽ കൊടുത്ത്, മനോരമയിൽ കൊടുത്തതേ 12-ന്റെ പെരുവാന്ന് പറഞ്ഞിട്ട് 12-ന്റെ അപൂർവതയിൽ ഈ 12-കാരൻ അലക്സിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണിത്. എൻ്റെ ദൈവമേ, ഇന്ന് പകൽ 12 മണി 12 ആകുമ്പോൾ കോളന്തുരുത്ത് കൈതക്കാട് ജോളിയുടെയും ആന്റണിയുടെയും മൂത്ത മകനായ അലക്സിന് 12 വയസ്സ്. ഇതുണ്ടല്ല, എൻ്റെ അപ്പൻ പൈസ മുടക്കി ഇതിൻ്റെ തന്നെ വലിയൊരു ഫ്ലെക്സ് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വെച്ച് എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആ ഫ്ലെക്സ് അവിടെ ഇരുന്നിട്ടില്ല. ഇവൻ്റെ ഫ്രണ്ട്സിനെ വിട്ട ആ ഫ്ലെക്സ് അവിടെ നിന്ന് മാറ്റിച്ചിട്ട് അത് എന്ത് ചെയ്തെന്നല്ല അറിയില്ല, എനിക്കത് കത്തിച്ച് കളഞ്ഞു തോന്നണം. അവര് ഭയങ്കര നാണം, ഒന്നാമത്തെ അവനൊക്കെ ഭയങ്കര ഷൈ ആണ്, ഭയങ്കര നാണമുള്ള കൂട്ടത്തില്ല. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഇപ്പോഴും അലക്സിനെ കളിയാക്കണത് ഈ ഒരു ഇത് പറഞ്ഞിട്ടാണ്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. അടുത്തത് ഇത് ന്യൂസിൽ വന്നതാണ്. ഇതൊരു കിളിക്ക് അതിൻ്റെ അമ്മക്കിളി ഫുഡ് കൊടുക്കുന്ന ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഇതുപോലെ വേറെന്തോ കൂടി ഉണ്ട്. കുറേ കിളികൾ മരത്തിലിരിക്കുന്ന നല്ല സീനറീസ് കാണുമ്പോൾ എങ്ങനെ വെട്ടിയെടുക്കുക, ഡയറിയിൽ സൂക്ഷിക്കുക. ഗൈസ്, ഇതെന്താണെന്ന് അറിയാമോ? ദിസ് ഈസ് കോഡ് ഭാഷ. നോക്ക്,
അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സീക്രട്ടായിട്ട് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സീക്രട്ട് ഫ്രണ്ട്സിനോട് പറയുന്നെങ്കിൽ യൂസ് ചെയ്യുന്ന കോഡ് ഭാഷയാണിത്. ഇതിപ്പോൾ എനിക്കറിയില്ല എങ്ങനെ എഴുതണമെന്ന്. ആണോ ആ വർഷം 2013 2013 ഞങ്ങൾ സീനിയേഴ്സാണ് സ്കൂളിൽ വോളണ്ടിയേഴ്സ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ. അന്ന് യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ യൂസ് ചെയ്തിരുന്ന സ്കൂൾ കലോത്സവത്തിൻ്റെ 2013 സ്കൂൾ കളേഴ്സിന് വോളണ്ടിയർ കാർഡാണ്. ഇതും ഒരു വോളണ്ടിയർ കാർഡാണ്. ബട്ട് ദിസ് ഈസ് നോട്ട് മൈൻ. ഇതെന്റെയാണ്. ദിസ് ഈസ് നോട്ട് മൈൻ. ദിസ് ഈസ് ഹിസ് വോളണ്ടിയർ കാർഡ്. അന്ന് സൂക്ഷിക്കാൻ വേണ്ടി എനിക്ക് തന്നതാണ്. നീ വെച്ചോന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നതാണ്. അന്ന് തന്നെ ഞാൻ എൻ്റെ കാർഡിൻ്റെ ഒപ്പം ഈ കാർഡ് ഇങ്ങനെ വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. അഗെയിൻ ഇതെന്താണോ ഇവിടെ നിന്ന് ഒരു കുപ്പി കഷ്ണം ചില്ല് കഷ്ണം കിട്ടിയപ്പോഴേക്കും ഐ ജസ്റ്റ് റോട്ട് ഞങ്ങളുടെ എൻ്റെ ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ പേര് അച്ചൂറിയ, ജെപ്പി, ഗോവു, അഞ്ജു, സിയ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുക, ഒരു വലിയ ട്രാജഡി ആയിരുന്നു അതെന്ന് പറയുന്നത്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട് ആ ഇയറിൽ മരിച്ചുപോയി. മുങ്ങി മരിച്ചതാണ്. കുളിക്കാൻ അമ്പലക്കുളത്തിൽ പോയപ്പോൾ മുങ്ങി മരിച്ചതാണ്. അപ്പോൾ അന്ന് ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചിരിക്കും. അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണത്. നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും ക്ലോസ് ആണ് എല്ലാവരുമായിട്ട്. ഇത് അന്ന് വന്ന ന്യൂസ് കട്ടിങ് ആണ്. സ്റ്റിൽ അവൻ്റെ ആ വീട് കാണുമ്പോൾ ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കും. ഡെയിലി നമ്മൾ ജോലിക്ക് പോയി വരുമ്പോൾ ആ വീട് കാണുമ്പോൾ അവനെ ഓർക്കണത്. ഹാപ്പി ബർത്ത്ഡേ ഓഫ് ഡേസി ജോയ് മൈ സ്വീറ്റ് മദർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലവ് യു അമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഡയറിക്കകത്ത് 2014 ഒരു പേജ് കൂടി ഉണ്ട്, ആ ന്യൂ ഇയർ പേജ്. അപ്പം ഞാൻ അതുകൂടി എഴുതി വരച്ച് വെച്ചിട്ടുണ്ട്. സോ 2013 കഴിഞ്ഞു. എനിക്കറിയില്ല ഗൈസ് ഈ വീഡിയോ എന്തോരം ലെങ്തി ആകും എന്നുള്ളത്. ഞാൻ ചടപടയും തീർക്കാം. ആൻഡ് ദിസ് ഈസ് 2014. പെട്ടെന്ന് തീർക്കാം. 2014 ഞാൻ SSLC എഴുതുന്നത്. അപ്പോൾ SSLC എക്സാമിൻ്റെ സമയവിവര പട്ടിക അന്നത്തെ ഇതാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് എനിക്കറിയില്ല ജസ്റ്റിന ചേച്ചി എൻ്റെ പള്ളിയിൽ ചേച്ചിയാണ്. ചേച്ചി എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ചേച്ചിയുടെ വെഡ്ഡിങ്ങിൻ്റെ കാർഡ് ഞാൻ ഒട്ടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ജസ്മി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ ജസ്മിയുടെ കസിനാണ് ചേച്ചി. അത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ബൈ. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. വാലന്റൈൻസ് ഡേ February 14. നമുക്ക് ഇതെന്താണെന്നറിയാമോ? റോസ് ഫ്ലവറിൻ്റെ പെറ്റൽ. എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടൊരു ഫ്ലവർ കിട്ടുന്നത് വാലന്റൈൻസ് ഡേക്കാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഇതൾ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ജസ്മിയുടെ ബർത്ത്ഡേ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് SSLC പഠിക്കാനാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെ മേടിക്കും. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് നമുക്കറിയില്ല ഏത് സ്കൂളിലാണ് നമ്മൾ പഠിക്കാൻ പോണത് അതൊന്നും അറിയത്തില്ലല്ലോ. ഓട്ടോഗ്രാഫ് മേടിക്കുമ്പോഴാണ് മെയിനായിട്ട് നമ്മൾ ഫോട്ടോ മേടിക്കുന്നത്. അതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതെ നന്ദുവിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇതെനിക്ക് അവൻ മേടിച്ചു തന്ന ചോക്ലേറ്റിൻ്റെ ഒരു കവറാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഗിഫ്റ്റ് ബൈന്ന് കൊടുത്തിട്ട് ഡോട്ട് ആ ഡോട്ട് നോ വൺ നോസ്. മിഠായി കവർ. ഇതിനകത്ത് വരെ ഞാൻ എല്ലാവരും പേര് വെച്ചിട്ടുണ്ട്. ജസ്മി, ജപ്പു, അഞ്ജു, ഗോപു, അച്ചു, റിയ, സിയ എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട്. കുറേ മിഠായിയുടെ കവറുകളാണ്. കുറേ കവേഴ്സ് ഉണ്ട്. കുറേ കവർ. ഓക്കെ. ഇപ്പം 2014 കഴിഞ്ഞു. 8, 9, 10 കഴിഞ്ഞു. ഇനി +1, +2 അഡ്മിഷനൊക്കെ കിട്ടി. ഞാൻ എൻ്റെ +1 ജോയിൻ ചെയ്യുന്ന ടൈമാണ്. ഞാൻ +1, +2 പഠിച്ചത് ആ സ്കൂളിൽ എപ്പോഴും ഞാൻ മറന്നു പോകും. പട്ടണക്കാട് സ്കൂളാണ്. ഗവൺമെൻറ്. ഞാൻ പഠിച്ചത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്. സ്കൂളിൻ്റെ പേരെന്താ?
സ്കൂളിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അഗെയിൻ 2015 ഡയറി. ഇത് പഴയതോ നോട്ടാണ്, ഫസ്റ്റ് ഒന്നും ചെയ്ത് വെച്ചു. 2015 ബർത്ത്ഡേ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡയറിക്ക് അന്നത് മന്ത് തുടങ്ങുമ്പോൾ ചെറിയൊരു പേജ് ഉണ്ട് ആ മന്തിന് വേണ്ടിയിട്ട്. അപ്പം അതിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പേജിൽ ഒന്നുമില്ല, ബ്ലാങ്കാണ്, ഒന്നും ഇല്ല, നടന്നിട്ടില്ല എന്ന് തോന്നുന്നു പ്രത്യേകിച്ച്. അതുകൊണ്ടായിരിക്കാം. എല്ലാ ദിവസവും പെരുന്നാളുണ്ട്. ഇച്ചു മീൻസ് റിസ്വാന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. +1 +2 പഠിച്ചതിൽ എനിക്ക് ആകെ കൂടി കിട്ടിയ ഒരു ഫീമെയിൽ ബെസ്റ്റ് ഫ്രണ്ട് ഇച്ചു ആണ്. ബാക്കി ഫുൾ എൻ്റെ ഗ്യാങ് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ക്ലോസും കമ്പനി ഉള്ളത് ബോയ്സ് ആയിട്ടാണ് +1 +2. അപ്പോൾ ഇച്ചുവിൻ്റെ വളയിടൽ ചടങ്ങ് വരെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇച്ചുവിന് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും 2015 ഫെബ്രുവരി 21 ഇച്ചുവിൻ്റെ വളയിടൽ ചടങ്ങ്. ഞാനതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അതിന് ചിലവൊക്കെ കൊണ്ടുവന്നായിരുന്നു സ്കൂളിൽ വന്നപ്പോൾ. സ്റ്റഡി ലീവ് എഴുതി വെച്ചിട്ടുണ്ട്, എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡയറിയിലും ഒരു മരണ വാർത്ത ഉണ്ടായിരുന്നു. എൻ്റെ ഈ ഡയറിയിലും ഉണ്ടത്. എന്നുവെച്ചാൽ നമുക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ വിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ഇതായിരുന്നു. ഞാൻ +1 പഠിച്ച് ജൂൺ 1 അത് നമുക്ക് ക്ലാസ് നേരത്തെ തുടങ്ങും. ജൂൺ 1 ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുത്തിയതോട് പാലത്തിൻ്റെ അവിടെ ഒരു ആക്സിഡൻറ്റ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ആംബുലൻസ് വന്ന് കൊണ്ടുപോകുന്നു. അതൊക്കെ കണ്ടപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര, ആംബുലൻസ് എപ്പോൾ എവിടെ പോയി കണ്ടാലും എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് പറ്റി കർത്താവേ എന്നൊക്കെ ഞാൻ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ നടന്നു വന്നു, ബസ് ഇറങ്ങി നടന്നു വരുമ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ടല്ല എൻ്റെ കസിൻ സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നു റോട്ടിലെ. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞ് ആക്സിഡൻറ്റ് നടന്നത് കണ്ടോയെന്ന് ചോദിച്ചു. അപ്പം അവൻ ആളെ കണ്ടടാന്ന് പറഞ്ഞേ. ആളെ കണ്ടില്ല, ആംബുലൻസ് വന്ന് എന്തോ കൊണ്ടുപോകുന്നുണ്ട്, ആംബുലൻസ് പോയായിരുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞേ. അപ്പോൾ അവൻ എന്നെ പറഞ്ഞു, എടി അത് അമലിൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമലിൻ്റെ ചേട്ടനാ. അപ്പോൾ എനിക്കുണ്ടായ ഷോക്ക് എന്ന് വെച്ചാൽ അമലിൻ്റെ ചേട്ടൻ പറയുന്നത്, അമലിപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാനിട്ടില്ലേ, എൻ്റെ അല്ല എൻ്റെ ലേറ്റസ്റ്റ്, ഇതിന് മുമ്പുള്ള വീഡിയോ അമലിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ അവൻ്റെ ചേട്ടൻ മിഥുൻ ചേട്ടനാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഷോക്കായി. കാരണം ഈ മിഥുൻ ചേട്ടനായിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല, അധികം ക്ലോസ് അല്ല, മിണ്ടിയിട്ടൊന്നുമില്ല മിഥുൻ ചേട്ടനായിട്ട്. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ചേട്ടൻ്റെ, അതായത് ജസ്റ്റിൻ ചേട്ടൻ്റെ കമ്പനിക്കാരനാണ് മിഥുൻ ചേട്ടൻ. അപ്പോൾ ഇപ്പോഴും അപ്പുറത്ത് വന്നിരുന്ന് സിറ്റ് ഔട്ടിൽ കുറേ നേരം സംസാരിക്കും അവരുമായിട്ട്. അപ്പം നമ്മളിതിനെ കണ്ടിട്ടുണ്ട്. പിന്നെ അമലിൻ്റെ ചേട്ടനാണെന്ന് അറിയാം. അമൽ നമ്മുടെ ഫ്രണ്ടാണല്ലോ. അപ്പം അമലിൻ്റെ ഫ്രണ്ടാണെന്ന് അറിയാം. അങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ. മിഥുൻ ചേട്ടനോട് ഇന്ന് വരെ ഞാൻ മിണ്ടിയിട്ടില്ല. പക്ഷെ നമുക്കറിയാം സംവേർ എവിടെയോ നമ്മൾ ക്ലോസ് ആണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ആ ഒരു ഇതാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ അമ്മച്ചിയോടൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നാലും ഞാൻ പ്രാർത്ഥിച്ചു, ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്നും വരുത്തല് കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. അതിന് കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ജസ്തീൻ എൻ്റെ അടുത്ത് വന്ന് പറയാനത് മിഥുൻ ചേട്ടൻ വരച്ചെന്നാണ്. അവിടെ നിന്ന് ഞാനും ജസ്തീനെയും കരഞ്ഞു. എന്നുവെച്ചാൽ എന്നേക്കാൾ ക്ലോസ് ആണ് ജസ്തീൻ്റെ ചേട്ടനായിട്ട്. ജസ്തീനായിട്ട് വീട്ടിൽ എപ്പോഴും വന്നതല്ലേ. അവിടെ നിന്ന് ഞങ്ങൾ കരയാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു, ഇപ്പോഴും ചേട്ടൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര ഒരു വിങ്ങലാണ് ഉള്ളിൽ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി തൊട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളില്ലേ, അതെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പ്ലസ് അന്ന് ചേട്ടൻ്റെ ന്യൂസിൽ വന്നതാണ്, അന്ന് പത്രത്തിൽ വന്ന ന്യൂസ് കട്ടിങ് ആണിത്. ഇത് 2025 2015 ചേട്ടൻ വരയ്ക്കുന്നത്. സ്റ്റിൽ 10 years. വിശ്വസിക്കാൻ പറ്റില്ല. 10 വർഷമൊക്കെ എന്ന് പറയുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് എനിക്കറിയാം. ഇൻസ്റ്റേറ്റിൻ്റെയും ടിക്സൺ ചേട്ടൻ്റെയും കയ്യിൽ പോയതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ആബലോൻ്റെ ബർത്ത്ഡേയുടെ ആണ്. ആബലോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കാർഡാണിത്. അന്ന് അവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തിയത്. അപ്പം അന്ന് തന്നതാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആബലോൻ്റെ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ദിവസം ഞാൻ നത്തിങ് സ്പെഷ്യൽ
നോർമൽ ഡേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെക്കും. ആ വർഷമില്ല ഒന്നുമില്ല, എന്തോ തൂലുണ്ട്. അന്ന് ഞാനുണ്ടല്ലോ ഒരു കട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഗേളായിരുന്നു. അന്ന് വന്നൊരു ന്യൂസ് കട്ടിംഗ് ആണ്. ISL മത്സരങ്ങൾക്ക് ശേഷം സ്പെയിനിലേക്ക് മടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഹോസു പ്രീറ്റോ വീട്ടിൽ ആരാധകർ നൽകിയ സ്നേഹത്തിനും കരുതലിനും നന്ദി പറഞ്ഞാണ് ഹോസു ചിത്രം പോസ്റ്റ് ചെയ്തത്. ഇത് ഞാൻ എന്തിനാ കട്ട് വെച്ചേക്കുന്നത് എനിക്കറിയില്ല. ഇതിന് പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. ഇത് ലാസ്റ്റ് ആ വർഷത്തെ ലാസ്റ്റ് ഡേ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ ഇവിടെയാണ് ന്യൂ ഇയർ ആഘോഷിച്ചത്. പപ്പാലിനെ കത്തിച്ചതൊക്കെ വീടിന് തൊട്ടപ്പുറത്തൊരു പറമ്പുണ്ട്, അവിടെ ആയിരുന്നു. ഇവിടെ ഞാൻ വേറെ കാര്യം, 2015 എനിക്ക് ഒരു നല്ല വർഷമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച +1, +2 സ്കൂൾ ഡേയ്സ്. കുറേ സങ്കടം നിറഞ്ഞ നിമിഷങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ കടന്നുപോയെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി വെച്ച സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി ഇനിയൊരു പുതിയ വർഷം കൂടി വെൽക്കം 2016 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ബർത്ത്ഡേ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ 2015 ഫിനിഷ്ഡ്. ഇനി നമുക്ക് 3 ഡയറി കൂടി ഉണ്ട്. 2016, 17 ആൻഡ് 18 എവിടെ? എൻ്റെ ഓർമ്മയിൽ ഞാനൊരു 8 വർഷം ഡയറി എഴുതിയിട്ടുണ്ട്. 8 വർഷം ഞാൻ കണ്ടിന്യൂസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ എടുത്തപ്പോഴേക്കും 7 ഡയറി ഉള്ളൂ. 2017 കഴിഞ്ഞ പിന്നെ 19 ആണ്. 18 ഡയറി